Everyone, welcome to my class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രോസസ് പ്ലാനിങ്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഇപ്പോൾ പ്രോസസ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനിങ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് പ്ലാൻ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക. അതേപോലെയുള്ള ഒരു ആക്ടിവിറ്റി, അതായത് നമ്മളൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും എക്കണോമിക്കൽ മെത്തേഡ് കണ്ടെത്തുക. അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ് പ്രോസസ് പ്ലാനിങ്. പ്രോസസ് പ്ലാനിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അടുത്തത് ഓരോ ഓപ്പറേഷനും ആവശ്യമായിട്ടുള്ള മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, അതേപോലെ പ്രോസസ്സിൻ്റെ മെറ്റീരിയൽ, പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, ഓരോ ഓപ്പറേഷനും ആവശ്യമായിട്ടുള്ള സമയം, പിന്നെ വർക്കിംഗ് പാരാമീറ്ററായ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അതേപോലെ ഒരു വർക്കറിൻ്റെ സ്കില്ല്, ഈ പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല്, എന്തൊക്കെ സ്കില്ലുള്ള വർക്കേഴ്സ് വേണം, അതേപോലെ പ്രോസസ്സിൻ്റെ ആക്യുറസി, ടോളറൻസ്. അടുത്തത് ഇൻഫോർമേഷൻ റിക്വയർഡ് ഫോർ പ്രോസസ് പ്ലാനിങ്. നമ്മൾ പ്രോസസ് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, എത്ര ക്വാണ്ടിറ്റി മെഷർ ചെയ്യണം. അതേപോലെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്, ഒരു പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കണം. പിന്നെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, എക്സാമ്പിൾ ഡ്രോയിങ്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ്, ടൂൾസ്, ഓപ്പറേഷൻസ്, എന്തൊക്കെ സീക്വൻസ് ഓഫ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. പിന്നെ ഓരോ ഓപ്പറേഷൻ്റെയും സ്റ്റാൻഡേർഡ് ടൈം. ഇനി പ്രോസസ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് 6 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്രോസസ് പ്ലാനിങ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെലക്ടിങ് മോസ്റ്റ് എക്കണോമിക്കൽ പ്രോസസ്സ്. നമുക്കറിയാം, ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് ഡിസൈഡ് ഔട്ട്പുട്ടാക്കി, ഒരു ഡിസൈഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ആവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഷേപ്പിംഗ്, ഫോമിങ്, ഗ്രൈൻഡിങ്, വെൽഡിങ്, ബ്രേസിങ്, സോൾഡറിങ് പോലുള്ള ഒരുപാട് പ്രോസസ്സുകൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടും എക്കണോമിക്കലും ആയിട്ടുള്ള മെത്തേഡ് വേണം, പ്രോസസ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു ഏറ്റവും ചീപ്പസ്റ്റ് പ്രോസസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ മെത്തേഡാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഡെലിവറി ഡേറ്റ്, പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ഡേറ്റ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി. അടുത്തതാണ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ. നമ്മളെപ്പോഴും ഒരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്ഷന്, ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല കെമിക്കൽ കോമ്പോസിഷനുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് ജിഗ്സ്, ഫിക്സ്ചർ ആൻഡ് അതർ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്. ജിഗ്സ് ആൻഡ് ഫിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസാണ്. ജിഗ്സിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ആക്യുറസി, ഇൻ്റർചേഞ്ചബിലിറ്റി, റിപ്പീറ്റബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഫിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ വർക്ക് ഫിക്സ് ചെയ്യുക, അതുപോലെ ടൂൾസിനെ ഗൈഡ് ചെയ്യുക. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ജിഗ്സ് ആൻഡ് ഫിക്സ്ചർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റാണ് സെലക്ഷൻ ഓഫ് കട്ടിംഗ് ടൂൾസ് ആൻഡ് ഇൻസ്പെക്ഷൻ ഗേജ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കട്ടിംഗ് ടൂൾസും ഇൻസ്പെക്ഷൻ ഗേജും സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ടൈമും അതുപോലെ ഇൻസ്പെക്ഷൻ ടൈമും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടൈം കാൽക്കുലേഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ഓരോ ഓപ്പറേഷൻ്റെയും, ഈച്ച് ആൻഡ് എവരി ഓപ്പറേഷൻ്റെയും സെറ്റപ്പ് ടൈമും സ്റ്റാൻഡേർഡ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റാണ് പ്രോസസ് ഷീറ്റ്. മുകളിൽ തന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ എൻറ്റർ ചെയ്യണ ഒരു പ്രിൻ്റഡ് ഷീറ്റാണ് പ്രോസസ് ഷീറ്റ്. പ്രോസസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. അതിലൊന്നാണ് ആവശ്യമുള്ള മെറ്റീരിയൽ, മെഷീൻസ് എസ്റ്റിമേറ്റ് ചെയ്യാം. അതേപോലെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ടൈം. ഇനി പ്രോസസ് ഷീറ്റിൽ നമുക്ക് ഒരു ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതേപോലെ മെഷീൻ കോഡ് ഉണ്ടാവും, ടൂൾ കോഡ് ഉണ്ടാവും, ലേബർ കോഡ് ഉണ്ടാവും, സ്പീഡ്, ഫീഡ്, സെറ്റപ്പ് ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പ്രോസസ് ഷീറ്റ് മേക്ക് ചെയ്യുക.
അടുത്തതാണ് ചോയ്സ് ഓഫ് മെഷീൻ ഇൻ പ്രോസസ് പ്ലാനിങ്. നമ്മൾ എപ്പോഴും ഒരു മെഷീൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതിലാണ് ആക്യുറസി. നമുക്ക് എപ്പോഴും ഒരു ഡിസൈഡ് ആക്യുറസി ഉണ്ടാവും. അതിനനുസരിച്ചുള്ള മെഷീനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ നമുക്കൊരു ഡിസൈഡ് ഔട്ട്പുട്ട് ഉണ്ട്, അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള മെഷീനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതും ചീപ്പർ പ്രൈസിലുള്ള മെഷീൻസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടൂളാണ്. ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോഴോ അതിൻ്റെ പ്രോഫിറ്റും ലോസും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇവിടെ നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 അതിൽ കൂടുതലോ മെഷീൻസ് നമ്മൾ സെലക്ട് ചെയ്യും. അതിൽ ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞ മെഷീൻ ഏതാണോ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റും എത്ര ക്വാണ്ടിറ്റിയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി ടു ബി പ്രൊഡ്യൂസറുമാണ് വേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസറുമാണ് കാണിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ടാക്സ് അതുപോലെയുള്ള കോസ്റ്റുകളാണ്. ഒരു ഓവർ ഹെഡ് കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ കോസ്റ്റ്, അതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ്. മെഷീൻ 1ഉം മെഷീൻ 2. മെഷീൻ 1ൻ്റെ ഫിക്സഡ് കോസ്റ്റ് F1ഉം വേരിയബിൾ കോസ്റ്റ് V1ഉം മെഷീൻ 2ൻ്റെ ഫിക്സഡ് കോസ്റ്റ് F2ഉം വേരിയബിൾ കോസ്റ്റ് V2ഉം. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ 2 മെഷീൻ്റെയും ടോട്ടൽ കോസ്റ്റ് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടും. ഈ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇനി ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ മെഷീൻ 2 ആണ് സെലക്ട് ചെയ്യുക. അപ്പോൾ മെഷീൻ 2 ഏറ്റവും കുറഞ്ഞ കോസ്റ്റ്. ഇനി ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിനേക്കാളും കൂടുതലാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എങ്കിൽ മെഷീൻ 1 ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ മെഷീൻ 1 ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.